മലപ്പുറത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ 11കാരൻ മരിച്ചത് മതിയായ ചികിത്സ ലഭിക്കാഞ്ഞതിനെ തുടർന്നെന്ന് കുടുംബം. ബൈക്കിടിച്ച് പരിക്കേറ്റ കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ഷമാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഗുരുതര പരിക്കുണ്ടായിട്ടും 2 മണിക്കൂറിന് ശേഷമാണ് ഡോക്ടർ പരിശോധിക്കാനെത്തിയത് എന്നാണ് പരാതി. 6.5 മണിക്കൂറോളം കുട്ടിയെ പനി വാർഡിലാണ് കിടത്തിയതെന്നും കുടുംബം ആരോപിച്ചു. ഞാൻ ഓലെ കാല് പിടിച്ച് വേറെ ഇടയ്ക്ക് കൊണ്ടുപോകണം. അപ്പോൾ തലേൻ്റെ ഡോക്ടർ ഏതോ എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഡോക്ടർ വന്നാരെ അപ്പോൾ ഇതിൻ്റെ കുട്ടീൻ്റെ ഏകദേശം കഴിഞ്ഞിക്കണ്. ഓല് വന്നിക്കാണ്ട് പരിശോധിച്ച് ഇവിടെ ഓട്ടാക്കിക്കാണ്ട് ബ്ലഡ് ഇതാക്കി എക്സ്റേ എടുത്ത് അന്നേരം അപ്പോഴത്തേക്ക് പാച്ചിലായി. അപ്പോൾ തുടങ്ങി എൻ്റെ കുട്ടി പോകാനായിന്. അന്നേരം ഓല് പാച്ചിൽ തുടങ്ങി എൻ്റെ കുട്ടീനെ നോക്കാനും വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓലോട് ചോദിച്ചു, നിങ്ങൾ ഞാൻ എന്തിനാ പായണ്? മരിക്കാനായ എത്ര സമയം പോലെ കൺവട്ടത്തിൻ്റെ കുട്ടി ഉണ്ടായിട്ട് ഓല് കാട്ടി. എന്തിനാ ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ ഒരു സ്ഥാപനം നടത്തിന്? ഗവൺമെൻറ് മക്കളെ കൊല്ലാനും നാട്ടുകാരെ കൊല്ലാനുമാണ് ഇങ്ങനത്തെ സ്ഥാപനമൊക്കെ ഗവൺമെൻറ് നടത്തിന്. ഗവൺമെൻറ് ആസ്പത്രി പറഞ്ഞാൽ രോഗികൾക്ക് പരിചരണം കിട്ടാനാണ്. ഒരു സജ്ജീകരണം ഇല്ലാത്ത അവിടേക്ക് എന്തിനെ കുട്ടീനെ മോൾക്ക് അത് സീരിയസ് ആയ എൻ്റെ കുട്ടീനെ കൊണ്ടുപോയി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര വലിയ അനാസ്ഥയുണ്ടായത്? വേണു, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. മലപ്പുറം കൊണ്ടോട്ടി മുണ്ടക്കുളത്ത് വെച്ച് 4:15 ഈ മുഹമ്മദ് ഷമാസ് എന്ന് പറയുന്ന കുട്ടിയെ ഒരു ബൈക്ക് ഇടിച്ച് കുട്ടി തെറിച്ച് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഉടൻ തന്നെ കൊണ്ടോട്ടിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിക്കുകയുണ്ടായത്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാതൃ ശിശു കേന്ദ്രത്തിലേക്കാണ് കുട്ടിയെ എത്തിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഈ ഡോക്ടറുടെ ചികിത്സ ലഭിക്കാൻ വൈകി എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ഒരു പരാതിയായി പറയുന്നത്. കുട്ടിയെ അവിടെ എത്തിച്ച് 2 മണിക്കൂറിന് ശേഷമാണ് ഡോക്ടർ പോലും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത്. പിന്നീട് 6.5 മണിക്കൂറിന് ശേഷമാണ് കാര്യമായ ചികിത്സ ലഭിച്ചത് എന്നും രാത്രി 12 മണിയോട് കൂടി കുട്ടി മരിച്ചു എന്നതുമാണ് ഈ കുടുംബം പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെഡിക്കൽ കോളേജ് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ പ്രധാന കെട്ടിട ഭാഗത്തു നിന്ന്, അതായത് കാഷ്വാലിറ്റി ഭാഗത്തു നിന്നും ഈ സർജൻ ഈ മാതൃശിശു കേന്ദ്രത്തിലേക്ക് എത്താനുള്ള ഒരു ചെറിയൊരു താമസം ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പ്രധാന കെട്ടിടത്തിന് സമീപം ഏതാനും മിനിറ്റുകൾക്ക് അകലെയാണ് ഈ മാതൃശിശു കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് ഒരു സർജൻ എത്താനുള്ള സ്വാഭാവികമായ ഒരു നേരിയ താമസം ഉണ്ടായെങ്കിൽ പോലും കുട്ടിക്ക് കൃത്യമായി ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മെഡിക്കൽ കോളേജിന്റെ ഒരു വിശദീകരണമായി വരുന്നത്. അവർ പറയുന്നത് കുട്ടിക്ക് തലക്ക് ഗുരുതരമായി പരിക്കുണ്ടായിരുന്നു, ഒപ്പം തന്നെ വാരിയിലും പരിക്കുണ്ടായിരുന്നു. ഈ 2 പരിക്കുകളുമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി അധികൃതർ വിശദീകരണം. എന്നാൽ ഈ കുടുംബത്തിന്റെ ആരോപണം വളരെയധികം ഗൗരവതരമാണ്. എത്രയൊക്കെ സീരിയസ് ആയും അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടിയെ എന്തുകൊണ്ട് ഇത്രയധികം സമയം ഈ ചികിത്സിക്കാൻ വൈകി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കുടുംബം ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡോക്ടേഴ്സിനും മറ്റുള്ളവർക്കും അതിനെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവർ നൽകുന്ന വിവരം. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.